தேவா. நான் பொண்டாட்டி தானே, நீ கழுத்து தாலி கட்டிருக்கல. അഖില, ആർ യു ഓക്കെ? എന്നെ കണ്ടിട്ട് ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ഞാൻ ഹാപ്പിയാ. നീയും ഹാപ്പി ആയിരിക്കുമല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഒക്കെ ഒളിച്ചു വെച്ച് എന്റെ മുന്നിൽ നാടകം കളിക്കുകയാണ് ഇപ്പോഴും അല്ലേ? നാടകം കളിക്കേ? അഖില, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നീ എന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമ്പോഴും നിനക്കറിയായിരുന്നല്ലേ സാധനയുടെ ദേവയുടെ കാര്യം? നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ മണ്ടിയാക്കുമായിരുന്നു. നിനക്കിപ്പോ സന്തോഷായില്ലേ ഞാനിങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ? അഖില, നീ ആവശ്യമില്ലാത്ത വിളിച്ച് പറയരുത്. എന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ല. ഞാൻ വേദനിച്ച പോലെ നീ വേദനിക്കണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ നിന്നെ യഥാർത്ഥമായിട്ടാണ് പ്രണയിച്ചത്, അല്ലാതെ ടൈം പാസിന് വേണ്ടിയല്ല. എനിക്ക് അറിയാമായിരുന്നു എല്ലാം, പക്ഷെ അത് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ആരെടുത്തൊന്നും. അതുകൊണ്ടാ. സാധന, അവള് കാരണം ദൈവം എന്റെ ആരും അല്ലാതായി. നീ എന്തിനാ അവളെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അവള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ദൈവം നിന്നെ തിരിഞ്ഞു പോലും നോക്കിയായിരുന്നില്ല. പിന്നെ നീ എന്തിനാ അവളിലേക്ക് കുറ്റിടുന്നത്? നീ അവരുടെ ഇടയിലേക്ക് പോവാതിരുന്നാ മതി. ഇതും പറഞ്ഞ് നീ അവളെ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പോയാ ദർശന്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നതാക്കില്ല. നിന്റെ മനസ്സിലും ദേവിയുടെ മനസ്സിലും സാധന അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര പേരാ. ഈ കഥയിൽ ഞാൻ ആരാ? ആവശ്യമില്ലാത്ത പറയണ്ട. നിനക്കറിയില്ല ഞങ്ങൾക്കിടയിൽ നീ ആരാണെന്ന് എന്താണെന്നും. അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് അടിക്കുന്നത് നിന്റെ തെറ്റ്. നീ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ദയകില, ഞാൻ പിന്നെ ആവർത്തിക്കാം, ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾക്ക് പോവരുത്. നീ നല്ല കുട്ടിയാ, അത് മറക്കരുത്. கண்ணா, எதுக்கு நீ அழுற? என் பிள்ளைக்கு நீ அழுத பிடிக்காதுன்னு உனக்கு தெரியும்ல. அவனுக்கு பிடிக்காதல்ல, அதுதான் அழுதுட்டு இருக்க. அவனை என்கிட்ட சொல்லவே இல்லை. ஒரு வாட்டி கூட எனக்கு அவனை பார்க்க முடியலையே மம்மி. சாதனா, கண்ணா, எனக்கு முடியலடா. உனக்கு எதுவும் ஆகக்கூடாதுன்னு எனக்கு நெஞ்சு வலிக்குதே. என்னாச்சு உங்களுக்கு? எழுந்துருங்க. என்னாச்சு? இப்படி என்ன பயப்படுத்தாருங்க. எழுந்திருங்க. ദർശ, ദേവാ. ആന്റി, ആന്റി എഴുന്നേക്ക്. ആന്റി, ആന്റി വെള്ളം തളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലേ? ദർശ, നീ ബ്രീത്ത് ഉണ്ടോ നോക്കി നോക്ക്. ദേവാ, നോ. ദർശ, இதுக்கு நீ போய் சொல்ற? என்கிட்ட விளையாடாத. அஸ்வின் என் கூட இல்ல. இப்போ என் மாமி உண்மையை சொல்லுடா. ஏன்டா பேசாம இருக்க? உண்மை சொல்லுடா. സാനോ, രണ്ട് ദിവസം നിന്നോടൊന്ന് പറഞ്ഞു പോയിട്ട് 2 ആഴ്ചയായി. അത് കഴിഞ്ഞിട്ടാ നിങ്ങൾ വരുന്നത്. മോളെ സാധന, എടാ എന്റെ മോൾക്ക് ഇതെന്ത് പറ്റിയടാ? അമ്മ, നന്ദകിഷോർ അങ്കിളുടെ സിസ്റ്റർ ആന്റി, ഷീസ് നോ മോർ. അയ്യോ, എന്താടാ പെട്ടെന്നുണ്ടായത്? അറ്റാക്ക് ആയിരുന്നു. കൂടുതലൊന്നും സംസാരിക്കണ്ട, അവൾ റെസ്റ്റ് എടുത്തോട്ടെ. ചെല്ല്, ഇനി പിന്നെ സംസാരിക്കാം. മക്കളെ, നിങ്ങൾ ചെല്ല്. ഒന്നും ചോദിക്കണ്ട, ഇപ്പോൾ ചെന്ന് റെസ്റ്റ് എടുക്കുക. പാവന്റെ കുട്ടി ആകെ വാടിപ്പോയി. അച്ഛനമ്മ നാട്ടിലില്ലാത്ത കാരണം അവരുടെ മാമി അവൾക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്പൊ അവരും എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കും. നീ കൂടുതലൊന്നും പറയാൻ പോണ്ട. അവരുടെ എല്ലാവരുടെയും മുഖം കണ്ടില്ലേ? എല്ലാം നല്ല ദുഃഖത്തിലാ. ഓരോന്ന് പറഞ്ഞിട്ട് അവർ വിഷമം കൂട്ടാൻ നിൽക്കണ്ട. പിള്ളേർ തന്നെ ശരിയായിക്കോളും. പിള്ളേരെവിടെ? നീ എന്താ തനിച്ച് വരുന്നേ? അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ നീയെ? ഞാൻ ചെന്ന് വിളിക്കാഞ്ഞിട്ടാണോ? ഒരൊറ്റ റൂമിന്റെ വാതിൽ തുറക്കണ്ടേ? ആ വന്ന് കയറി ഇരിപ്പാ, ഒന്നുപോലും തുറക്കുന്നില്ല. എനിക്കെന്തോ പേടിയാവുന്നു. വേറെന്തോ അവിടെ സംഭവിച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. വിട്ടേക്ക്. പിള്ളേർ അവിടെ പോയിട്ട് അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആയതല്ലേ, അതിന്റെ വിഷമമായിരിക്കും. നീ പേടിക്കാതിരിക്കും. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തോളാം, കേട്ടോ? അമ്മ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക് വേഗം. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, വന്നൊന്ന് കഴിക്കാവോ? വന്നല്ലോ കഴിക്കാൻ. അമ്മയ്ക്ക് എന്താ ദേഷ്യം? എന്ത് പറ്റി? അച്ഛനായിട്ട് വഴക്കായോ? അച്ഛൻ തന്നെ വേണമെന്നുണ്ടോ? മക്കളായാലും പോരെ.
രണ്ടെണ്ണം കോളേജിലേക്ക് പോകുന്ന കണ്ടായിരുന്നു രാവിലെ. രണ്ട് സമയത്ത് ഭക്ഷണം ചോദിച്ചപ്പോൾ വേണ്ടെന്നും പറഞ്ഞു. രണ്ടിനും പോലെ കടന്നില്ല കുറ്റം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നെ. ഗുഡ് മോർണിംഗ് മാം. അമ്മ ഒരുപാടൊന്നും അവരെ കുറിച്ച് ചിന്തിക്കണ്ട. അവർക്ക് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനൊന്നും ചോദിക്കാനും പറയാനൊന്നും പാടില്ല. നിങ്ങൾക്കൊക്കെ എന്താവാം. വീട്ടിലിരിക്കുന്നവരുടെ മനസ്സ് ആർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അവർ തമ്മിൽ എന്താ പ്രശ്നം ദർശ? നിനക്കെന്തായാലും അറിയായിരിക്കുമല്ലോ. സാധനയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പിന്നെ അഖില, അത് നീ കാരണ. അഖിലേക്ക് ഞാൻ ഒരിക്കലും ഒരു ഹോപ്പ് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അവളെന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ? അവള് സാധന വലുതും പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അവളുടെ മനസ്സിലൊരു വിഷമമുണ്ട്, അത് കുറച്ച് ഞാൻ മാറിക്കോളും. എക്സ്ക്യൂസ് മീ ഗയ്സ്, രണ്ടാളും കുറച്ച് നാളായാലും ഈ വഴിക്കൊക്കെ വന്നിട്ട്. എന്താണ്, ടൂർ വല്ലതായിരുന്നോ? നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പോട്ടെ സഞ്ജയ്, ക്ലാസ് തുടങ്ങാറായില്ലേ, പിന്നെ കാണാം. ബൈ. സഞ്ജു, ഞാനും പോകാം. എനിക്കും വൈകി. ഈ രണ്ടെണ്ണത്തിന് പറ്റി രണ്ടാളും കൂടി അടിയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ അറിയാം. ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെയായിരുന്നല്ലേ. എന്തായാലും നമുക്കും ക്ലാസ്സിൽ പോവാം. നേരമായി കണ്ട സാധനം നിൽക്ക്, എനിക്ക് സംസാരിക്കണം. ഇപ്പൊ എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിക്കണം. നീ എന്നിൽ നിന്ന് എത്ര നാൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കും സാധന? അന്ന് ഞാൻ ചോദിച്ചാലും നീ കള്ളാ പറഞ്ഞത്. നിന്റെ വായിന്ന് തന്നെ നീ സത്യം പറയുകയും ചെയ്തു. എന്റെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് നീ എന്തിനാക്കില്ല എന്നെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ കള്ളം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ ഉണ്ട്. ഹീസ് മൈ ഹസ്ബൻഡ്. ഇനി എനിക്ക് നിനക്ക് അവനെ വിട്ടു തരാൻ പറ്റില്ല. എല്ലാം കൈവിട്ട് നിൽക്കുന്നത് എനിക്ക്. ഇനി ദേവ പറ്റില്ല എനിക്ക്. നീ അവന്റെ പുറകെ നടക്കണ്ട. കിട്ടില്ല അവനെ നിനക്ക്. ദേവ എനിക്ക് വേണം, എന്റെ ആവശ്യത്തിന്. സഹോദരൻ നിക്ക്. എവിടെയൊക്കെ നിന്നെ തേടിനായിരുന്നു. പക്ഷെ നീ എന്റെ ഇത്ര അടുത്തുണ്ടായിട്ടും എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് ആരുടെ തടസ്സമില്ല. ഇവനെ താരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സാധന, ഇവനെന്താ ഇവളെ നോക്കുന്നത്? രാഹുൽ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ നിന്റെ പ്രിൻസിയെ കാണാൻ വന്നതാ. അവളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ പ്രിൻസിയുടെ കാണൽ കഴിഞ്ഞെങ്കിൽ നിനക്ക് പൊക്കൂടെ? നീ എന്തിനാ ഇവിടെ വായി നോക്കി നിൽക്കുന്നേ? നിനക്ക് ഇല്ലാത്ത ശീലങ്ങളൊക്കെ എവിടുന്നാ? നീ പോവാൻ നോക്ക്. ഞാൻ നിന്റെ ചേട്ടനാന്നുള്ള നീ മറന്നോ? നീ എന്റെ നേരെ ആദ്യമായിട്ട് വോയിസ് റേസ് ചെയ്ത് സംസാരിക്കുന്നത്. അത് ഞാൻ നോക്കിയ ആൾക്ക് വേണ്ടി. അപ്പൊ നിനക്കറിയാം ആരാന്ന്. അവളുടെ നേരെ നിന്റെ കണ്ണ് പോകരുത്. എന്റെ പെണ്ണ അവള് സാധന. അഥവാ നീ നോക്കിയാ എനിക്കിങ്ങനെ ഒരു അനിയനുണ്ടെന്നത് ഞാൻ മറക്കും. അപ്പൊ എന്റെ പുന്നാര ചേട്ടൻ തപ്പിനാട് നടന്ന പെൺകുട്ടി സാധനയാണല്ലേ? സാധന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളെ ഒരിക്കലും നിനക്ക് ഞാൻ വിട്ടു തരില്ല. സാധന, സാധന, എടാ, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റാ. നീ എൻ്റെ കൂടെ വന്നേ. വാ ഇവിടെ. അവൻ്റെ ഒരേ ഫ്രണ്ടായി ഞാനോട്ടിരിക്കുന്ന അവൻ കണ്ടില്ലേ? ഇവനെ വിളിച്ചോട്ട് ഇവനെ കേട്ടാ. ഇവനെന്ത് ഇത്ര സംസാരിക്കുന്നുണ്ടാവാ? നിനക്കറിയോ? എനിക്കറിയോ എന്താ കാര്യം എന്നുള്ളത്. എനിക്ക് ചോദിക്കാറുന്നില്ലേ? നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നീ മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. എന്നിട്ട് കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്റെ കയ്യിൽ നിന്ന് വിട്. എവിടേക്ക് നീ വലിച്ചു കൊണ്ടുപോകുന്നേ? സാധന, നീ ഇവിടെ നിൽക്കുന്ന ആവത്താ. എന്റെ ഏട്ടൻ അവൻ നിന്നെ കണ്ടു. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നിന്നെ സേഫായ സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കാം. സഞ്ജു, നീ ഒന്ന് റിലാക്സ് ആവോ? നീ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഏട്ടൻ എന്നെ കണ്ടോണ്ട് എന്താ? നിന്റെ ഏട്ടൻ ആരാ അതിന്? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സാധന, എന്റെ ഏട്ടൻ രാഹുൽ. രാഹുൽ നാഗേന്ദ്രവർമ്മ. ഞാൻ സഞ്ജയ് നാഗേന്ദ്രവർമ്മ. സഞ്ജയ് നാഗേന്ദ്രവർമ്മ? അപ്പൊ നീയാണ് ഇളയ പുത്രൻ. എന്തായാലും നിന്റെ ചേട്ടൻ എന്നെ തേടി വരുന്ന എനിക്ക് അറിയായിരുന്നു. ഇത്ര പെട്ടെന്ന് ആളുടെ കൺമുന്നിൽ ഞാൻ പെടുന്ന വിചാരിച്ചില്ല. അവനൊരു പെൺകുട്ടി പേടുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അവൻ നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നേ തന്നെ നിന്നെ സഹായിച്ചേനെ. അവനെ കുറിച്ച് നിനക്ക് അറിയാതിട്ടാ സാധന? അവനെ കുറിച്ച് എന്താ അറിയില്ലെന്നാ? എനിക്കെല്ലാം അറിയാം. എനിക്ക് മാത്രം അവനെ കുറിച്ച് നന്നായിട്ട് അറിയുള്ളൂ. സഞ്ജു, എനിക്ക് അയാളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. എന്റെ കുടുംബത്തിൽ എന്റെ അപ്പ അമ്മ
അവരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണം. ബാക്കി എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു. അയാള് ജീവനോടെ ഇരിക്കാൻ പാടില്ല സഞ്ജു. എനിക്ക് അയാളിൽ നിന്ന് ഒളിച്ചോടണ്ടായി. സാധന, എന്റെ കുടുംബത്തിലൊരാളാ നിന്നോട് ഈ തെറ്റൊക്കെ ചെയ്തത്. എന്നോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ബിക്കോസ് ഐ ലൈക്ക് യു ആസ് എ ഫ്രണ്ട്. ഒരു ഫ്രണ്ടായിട്ട് നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. പറ്റില്ലെന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഹെൽപ്പ് നിനക്ക് വേണ്ടത്? മോളെ അഖില മോളെ, പറയും മോളെ, സാധനം മോളെ എവിടെ? രാത്രിയായി തുടങ്ങി, ഇതുവരെയായിട്ട് ആ കുട്ടി വീട്ടിലെത്തിയിട്ടില്ല. നിന്റെ ക്ലാസ്സിലല്ലേ മോളെ അവൾ പഠിക്കുന്നേ? അമ്മായി, സെക്കൻഡ് പീരീഡ് വരെ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. സെക്കൻഡ് പീരീഡിന് ഞങ്ങളുടെ ഫ്രണ്ട് അവളെ നിന്ന് വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞാൻ കോള് വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഞങ്ങൾ അറിയിക്കണ്ടേ? അഖില, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ അവളെ ഇങ്ങനെ തരിച്ചു വിട്ടത് എങ്ങനെയാ? അവൾ ഇനിയിപ്പോ എവിടെയാ എന്താന്ന് എങ്ങനെയപ്പൊന്ന് അറിയാം? അഖില, അവൾ ഏത് ഫ്രണ്ടിന്റെ ഒപ്പം പോയിരിക്കുന്നത്? നിനക്ക് ഫ്രണ്ടിന്റെ പേരറിയാലോ, പറയ്. ചോദിച്ച് കേട്ടില്ലേ? ദേവ, നീ എന്തിനാ അവളെ പീഡിപ്പിക്കുന്നേ? സഞ്ജു, സഞ്ജുന്റെ അപ്പ. അവന്റെ അടുത്ത് കൂട്ടുകൂട്ടരുത് ഞാൻ അവളുടെ അടുത്ത് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാ. അവൾക്ക് അത് അനുസരിക്കാൻ വയ്യ. വരട്ടെ അവള്. എന്തിനാ ദൈവ നീ ഇങ്ങനെ ചാടി കളിക്കുന്നേ? കൂട്ടുകാരൊപ്പം പോയിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ? കുട്ടി വന്നോളൂ. അവള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയില്ലേ, അവൾക്ക് സ്ഥലങ്ങളൊക്കെ അറിയും. നീ എന്തിനാ ഈ കിടന്ന് വെറുതെ ഹൈപ്പറാവുന്നേ?